ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാമെന്നതാ. ആദ്യം തന്നെ ബസ് ഡ്രൈവറിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇവനാണ് ആ ബസ് ഡ്രൈവർ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇവന്റെ കൂടെയാണ് മേഘ ഒളിച്ചോടിയിട്ടുള്ളത്. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. എന്നാലും ഒരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിച്ചു. ഞാനൊരു പുരുഷനല്ലടാ, ഇവള് കാണിച്ചത് പക്ക തിരുത്തരം, പക്ക ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഇവിടെ നാട്ടിൽ നിയമമുണ്ട്, ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ലീഗലി അത് പിരിഞ്ഞു മാറാനുള്ളതിന് ആ പാവപ്പെട്ടവന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയ ഇവിടെയൊക്കെ ശരിക്കും മനുഷ്യരായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പറഞ്ഞു. വൃത്തികെട്ടവൻ ശവം. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. ഇപ്പൊ കണ്ടക്ടർ കിളി ആ സെറ്റ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ. നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. സ്ത്രീകളെ, നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുന്നേ അങ്ങ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് മറ്റൊരുത്തിന്റെ ജീവിതവും കൂടെ ഇല്ലാതാക്കി അവനെ മുമ്പിച്ചിട്ട് പോകുമ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എന്തായാലും മേഘ, കർമ്മയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ മോളെ, നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. അത് 100% ഉറപ്പാണ്. വൃത്തിയോട് കാണിക്കുന്നോടാ പുല്ലേ. ആ പാവപ്പിടിച്ചവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നിനക്ക് വലിയ പക്വത ഇല്ലെന്നവരാണ് ഞാൻ അറിഞ്ഞത്. നീ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ളൊരു പെണ്ണു പോലും അല്ലെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കിളി നിന്നെ അടിച്ചുകൊണ്ട് പോയത്. എന്തോന്നടാ ഇതൊക്കെ? ഈ പറയുന്ന പോലെ അഖിലിനെ ചതിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ മേഘ പോയിട്ടുള്ളതാണെങ്കിൽ നിനക്ക് നാണമില്ല എന്ന് എന്നെ ചോദിക്കേണ്ടി വരും. മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. വളരെ തൊട്ടിത്തനം എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതും ഒരു വേറെ വൃത്തികെട്ടവന്റെ കൂടെയാണ് പോയിട്ടുള്ളത്. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. അവന് വേറെയും പല അഫയേഴ്സും ഉണ്ട്, കാര്യങ്ങളുണ്ട്, വേറെ പലരെ അവരാച്ചുകൊണ്ട് നടക്കുന്നവൻ എന്തൊക്കെയാണ് അവനെ കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ.